ഒരു സിനിമയിൽ രണ്ടുപേർ തമ്മിലുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ഇക്വേഷൻസും ഞങ്ങൾക്കിടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വന്ന് കണ്ടിട്ട് അദ്ദേഹം ആകെ അപ്സെറ്റായി പോയി. അദ്ദേഹത്തിന് ഈ സിനിമയിലുള്ള പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ പുതിയ ജെൻസി തലമുറയൊക്കെ റിയലിസ്റ്റിക് സിനിമ എന്ന് പറയുന്ന സിനിമ കണ്ടുപിടിച്ചത് ശ്രീനേട്ടനൊക്കെ ആയിരിക്കും. എന്നെ സംബന്ധിച്ചോളം ലാൽ പറഞ്ഞ പോലെ ഞാൻ ഒരു മങ്ങിയ വെളിച്ചമുള്ള ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു മോണിറ്ററിൽ കാണുന്ന ആർട്ടിസ്റ്റുകളുടെ മുഖവും അവരുടെ ഭാവങ്ങൾ, ചിരി, ഡയലോഗ്സ് ഇതൊക്കെ സൂക്ഷ്മമായി നോക്കി അങ്ങനെ ഒരു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇത്രയും വെളിച്ചത്തിൽ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ കൈകാലം വിറയ്ക്കുകയാണ്. അപ്പം പിന്നെ സിനിമ നിങ്ങളെല്ലാം തിയേറ്ററിൽ ഫുൾ സിനിമ കാണുന്നു, ഞാൻ ഓരോ ഷോട്ട് ബൈ ഷോട്ടായിട്ട് കണ്ട് ഓരോ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ്, അവരുടെ ഒരു ഡയലോഗ് പറയുന്നതിന് മുമ്പ് അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട്, അവർ ചിരിച്ചാൽ എങ്ങനെയായിരിക്കും, അപ്പോൾ എത്രമാത്രം യൂസ് ചെയ്യണം, ഇതൊക്കെയാണ് എൻ്റെ നോട്ടം മുഴുവനുള്ളത്. അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ട് ഓരോരുത്തരെ നിരീക്ഷിച്ച് ഇതാണ്. ശ്രീനേട്ടൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ലാലും ഞാനും ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് ഞാൻ ലാലിനെ കാണുന്നത് പാവമാവൻ രാജകുമാരൻ എന്ന് പറഞ്ഞ സിനിമയിൽ എഡിറ്റിങ്ങിന് തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് ലാലിനെ ഞാൻ ആദ്യം മീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദമല്ലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ഞങ്ങൾ തമ്മിൽ നല്ല സ്റ്റണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വളരെ കർക്കശത്തോടുകൂടി ജോലിയുടെ കാര്യത്തിൽ ഞാൻ പറയുമായിരുന്നു, ഇഷ്ടപ്പെടാറില്ലായിരുന്നു. അപ്പോൾ ലാലു എന്നെ അടിക്കാൻ ആളെ വരെ അന്വേഷിച്ച് നടന്നായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വന്ന് അവസാനം ഒരു മറവത്തൂർക്കാർ എന്നെ എഡിറ്ററാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എഡിറ്ററായി. ശ്രീനേട്ടൻ സ്ക്രിപ്റ്റ് എഴുതി ഒരുപാട് പടങ്ങൾ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. സത്യേട്ടൻ്റെയും കമൽ സാറിൻ്റെയൊക്കെ പടങ്ങൾ വർക്ക് ചെയ്തിരുന്നു. പിന്നെ എൻ്റെ ആദ്യത്തെ പടം മറവത്തൂർക്കാനോനും ശ്രീനേട്ടനായിരുന്നു. അപ്പോൾ ലാൽ പറഞ്ഞ പോലെ അപ്പം ശ്രീനേട്ടൻ ആദ്യം പടം കണ്ടിട്ട് ഭയങ്കര അപ്സെറ്റായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ എല്ലാവരും ലാലുവിനെ ഭയങ്കര കുറ്റപ്പെടുത്തുന്നു, പടം ഭയങ്കര പ്രശ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം ഞാൻ എഡിറ്റ് കണ്ടിരിക്കുമ്പോൾ ലാല് എഡിറ്റ് റൂമിൽ തന്നെ പുറത്ത് വിളിച്ചിട്ട് പോയിട്ട് ഒറ്റ കരച്ചിലാണ്. എന്നുവെച്ചാൽ എന്ത് പറ്റിയതാണ് എടോ, സത്യം പറഞ്ഞാൽ നമ്മുടെ പടം മോശമാണ്. ഞാൻ പറഞ്ഞു ഒരിക്കലും പേടിക്കേണ്ട, നമ്മുടെ പടം നന്നായിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല, ആര് പറഞ്ഞാലും നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, പടം ധൈര്യപൂർവ്വം ഇരുന്നോളൂ, പടം ഹിറ്റായിരിക്കും. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതൊരു വലിയൊരു ഭാഗ്യമാണ്. ശ്രീനേട്ടന് പക്ഷേ ശ്രീനേട്ടൻ ഞാൻ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. ആകെ ഒരു പ്രാവശ്യം സത്യേട്ടൻ്റെ കൂടെ അവിടെ എഡിറ്റ് റൂമിൽ വന്നപ്പോൾ അന്ന് ഞാൻ ആയിരുന്നു, ജസ്റ്റ് വന്ന് പോകുന്നത് ഞാൻ കണ്ടു, അത്രയേ ഉള്ളൂ. ഞങ്ങളെ നേരിട്ട് കണ്ടില്ല. പക്ഷേ ഞാൻ ശ്രീനേട്ടൻ നേരിട്ട് കണ്ടത് ഒരിക്കൽ സത്യ സ്റ്റുഡിയോയിൽ അദ്ദേഹം ഒരു പടം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് ടീച്ചേഴ്സ് ഷൂട്ടിംഗ് കാണാൻ വന്നിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് ഷൂട്ടിംഗ് കാണുമെന്ന് പറഞ്ഞാൽ അവിടെ പോയി ഞാൻ ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പം അപ്പോൾ ഒരാൾ പുറകിൽ നിന്ന് വിളിക്കുന്നു, രഞ്ജ എന്താ ഇവിടെയെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി ഒരു ധർമ്മക്കാരൻ ഇരിക്കുന്നത്. എനിക്ക് എന്താ ഇവിടെ? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശ്രീനേട്ടൻ അവിടെ വന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അത് ഒരു തമിഴ് പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പിച്ചക്കാരൻ അതാണ് ആദ്യമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നീട് കുറേ പടക്കം ചെയ്തു, ഉദയനഗരമൊക്കെ ചെയ്തു. പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ഞങ്ങൾ പല കാര്യങ്ങളിലും തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു സോങ് കളയണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ്, അപ്പോൾ ഡയറക്ടറിനോട് പറഞ്ഞില്ല ശ്രീനേട്ടൻ അത് വേണ്ടെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ കാരണം എന്ന് വെച്ചാൽ, അല്ല പടം ഭയങ്കര സ്ലോ. ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, സോങ് കളഞ്ഞാൽ ഞാനൊരു 4 സീനും കൂടെ കളയും, നിങ്ങൾ പേടിക്കേണ്ട, സോങ് ഹിറ്റാക്കി തരാം. അങ്ങനെ പടവും ചെയ്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകൾ ഞാൻ എന്നും എല്ലാവരോടും പറയുന്ന, ഫിലിം മേക്കിങ്ങിൽ വരുന്നവരുടെ എല്ലാം പറയുന്നത് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് ശ്രീനേട്ടൻ്റെ സ്ക്രിപ്റ്റുകൾ. എത്ര ക്യൂട്ടായിട്ടാണ് അദ്ദേഹം ഡയലോഗുകൾ എഴുതുന്ന, സീൻസുകൾ വളരെ ചിലപ്പോൾ 3-4 സീനിൽ നോർമലി എല്ലാവരും 3-4 സീനിൽ പറയുന്ന മാറ്റർ അദ്ദേഹം ഒരു സീനിൽ തീർത്ത് കളയുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയൊക്കെ അസാധ്യ ഒരു സ്ക്രീൻ പ്ലേ തന്നെയാണ്, അതിന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ നാടോടിക്കാറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, പിണ്ണാക്ക് ഞാനെടുത്ത് കഴിച്ചു, അതാ അവിടെ കാണാത്ത എന്ന് പറയുന്നത്. അതുപോലെ ചിന്തവട്ട ശ്യാമളയിൽ വിജയേട്ടൻ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ മീൻ മേടിക്കാൻ പോയതാ, എപ്പോഴാണ് പോയ കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പോൾ ആ നായകനെക്കുറിച്ചുള്ള ആ കഥാപാത്രത്തെക്കുറിച്ച് അത്രയും ഓഡിയൻസിന് മനസ്സിലാക്കാവുന്ന രീതിയിൽ അദ്ദേഹം ശരിക്കും ആ ഒരു സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് പാറ്റേണാണ് ഒരു ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം.
പിന്നെ ഞങ്ങൾ തമ്മിൽ പേഴ്സണലി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് കഥ പറയുമ്പോൾ പടത്തിൻ്റെ എഡിറ്റിങ് സമയത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ടിങ് കഴിഞ്ഞ് അപ്പോൾ പിറ്റേ ദിവസം തന്നെ അത് ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി വന്നിരുന്നു. പടം കാണാൻ ഞാൻ വിചാരിച്ചു പടം കാണാനാണ് വരുന്നത്. അപ്പോൾ അതേ വന്നപ്പോൾ ഞാൻ എഡിറ്റിങ് തീർത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിച്ച് കാണണം. അപ്പോൾ ഞാൻ ഫുൾ പടം വേണ്ട, ക്ലൈമാക്സ് മാത്രം കണ്ടാൽ മതി. ക്ലൈമാക്സ് കണ്ടു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 1-2 പേര് ചില ഷോട്ടുകൾ വരുമ്പോൾ കൈയൊക്കെ കാണിക്കാൻ തുടങ്ങി. ഞാൻ അപ്പം നമ്മുടെ സജിത് രാഘവനാണ്. അപ്പോൾ ചില ഷോട്ട് ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചില്ല. കഴിഞ്ഞ് പടം കഴിഞ്ഞ് റീൽ കണ്ടു കഴിഞ്ഞപ്പം ശ്രീനോട് ചോദിച്ച് എങ്ങനെ ശ്രീനിട്ടെന്ന്. ശ്രീ പറഞ്ഞു ഓക്കെ കറക്റ്റായിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ പലർക്കും ഉണ്ടായിരുന്നൊരു പ്രതീക്ഷ നമുക്ക് സ്റ്റേജിൽ സ്കൂളിൽ പ്രസംഗിക്കുമ്പോൾ അത് 1.5 മിനിറ്റ് ഉണ്ടായിരുന്ന ഒരു ഷോട്ടായിരുന്നു. അത് ഒറ്റ ഷോട്ടിൽ ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ ആയിരുന്നു. അപ്പോൾ അവർ ഷൂട്ട് ചെയ്യുമ്പം 2 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് മാത്രമല്ല ഒറ്റ ഷോട്ടായിട്ട് അപ്പോൾ അവിടെ എല്ലാവരും കൈയടിച്ചു, മമ്മൂക്ക കരയുന്നുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, ആൾക്കാർക്കും എല്ലാം ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ അതങ്ങനെ ഒറ്റ ഷോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും റിയാക്ഷൻസൊക്കെ ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ അത് ഇൻ്റർകട്ട് ചെയ്തു. അത് പലർക്കും അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ ആ സീൻ എടുക്കുന്ന സമയത്ത് വേറെ പ്രതിസന്ധി ഉണ്ടായിരുന്നു. രാവിലെ 10 മണിക്ക് മമ്മൂക്കൊക്കെ അഭിനയിക്കാൻ വന്നതാണ്. അപ്പോൾ ഹാള് നിറയെ കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ ലാല് നേരത്തെ പറഞ്ഞ പോലെ ശ്രീനേട്ടൻ സീൻ എഴുതിക്കൊണ്ട് വരുന്നത് 3:30 മണിക്കാണ്. അപ്പോഴേക്കും മിക്കവാറും പിള്ളേരൊക്കെ പോയി തീരാറായിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഓപ്പോസൈഡ് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇവർ തീരുമാനിച്ച് 2 ക്യാമറ വെച്ച് ഒറ്റ എടുത്തുവരുന്നു. അപ്പം മമ്മൂക്കൊക്കെയാണെങ്കിലും വേറെ ഇല്ല എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീനേട്ടൻ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീനേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീനേട്ടൻ ഞാൻ സ്കൂളിലല്ല പടത്തിൻ്റെ ക്ലൈമാക്സ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, വീട്ടിലാണ് ക്ലൈമാക്സ് എന്നാണ് ഉദ്ദേശിച്ചത്, ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്ത് കേട്ടോ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വെച്ചാൽ അതിന് യാതൊരു സംശയമില്ല, അങ്ങനെ തന്നെയാണ്, വീട്ടിൽ തന്നെയാണ് ക്ലൈമാക്സ്, സ്കൂളിലല്ല ക്ലൈമാക്സ്. അപ്പം അതാണ് അദ്ദേഹം നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥ നമ്മളെങ്ങനെ പറഞ്ഞിരിക്കുന്നു, എപ്പോൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സ്കൂൾ ലെവലിൽ ഇൻസെർട്സ് കുറഞ്ഞ് വിനീത് പടം കണ്ട സമയത്ത് എന്നോട് പറഞ്ഞു ഞാൻ തരാൻ ചേട്ടാ ഓഡിയൻസിൻ്റെ ഇൻസെർട്ട് കുറച്ച് കളഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടായിട്ടല്ല, ഓഡിയൻസിൻ്റെ ഷോർട്സുകളുടെ കുറവുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഇത്തിരി ധൃതിയിൽ വീട്ടിലേക്ക് പോകണം എന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ്. കാരണം വീട്ടിൽ ഇത്തിരി സ്ലോ ആയിട്ടാണ് വീട്ടിലത്തെ പോർഷൻസ് യൂസ് ചെയ്ത് തന്നെ. അപ്പോൾ അങ്ങനെ അദ്ദേഹമായിട്ട് ഒരുപാട് അതുപോലെയുള്ള അനുഭവങ്ങളുണ്ട്. പിന്നീട് ഞങ്ങൾ എപ്പോൾ കാണുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ആദ്യം ഒരു മിനിറ്റോളം ഞങ്ങൾ രണ്ടുപേരും ചിരിക്കും, അതിനുശേഷമായിരിക്കും ഞങ്ങൾ സംസാരം ഉണ്ടാകുന്നത്. ഒരു ജനുവരി 1 ഉണ്ടായ ഒരു അനുഭവം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്നെ ഒരു ദിവസം ഈ അറബിക്കഥ റിലീസിന് ശേഷം ഒരു ചെറുപ്പക്കാരൻ എന്നെ ഒരു ദിവസം വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എഡിറ്റിങ്ങിൽ താല്പര്യമുള്ള ഒരാളാണ്, ഞാൻ എഡിറ്റിംഗ് കുറച്ച് പഠിച്ചിട്ടുണ്ട്, ഞാൻ അറബിക്കഥ കണ്ടിരുന്നു, ഞാൻ സാറിന് ഇടയ്ക്ക് ഒരു അഭിപ്രായം പറഞ്ഞോട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞു. നിങ്ങൾ ക്ലൈമാക്സിൽ വൈഡ് ഷോട്ടിൽ നിന്ന് വൈഡ് ഷോട്ടിലേക്ക് ഡിസോൾവ് ചെയ്തു, അത് ശരിയല്ലേ? അവനെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലേ എന്ന് ചോദിച്ചു. അതെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ഓക്കെ ശരി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ്. അതുപോലെ ഒരു സോങ്ങിനകത്ത് ഷോട്ടുകൾ ജമ്പ് ചെയ്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതിൻ്റെ താളത്തിന് ലെങ്ത് ഒപ്പിക്കാൻ വേണ്ടി ഇടയിലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ പാട്ടിൻ്റെ ഒരു ഫീൽ മാത്രമേ നോക്കിയിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു സോറി ഞാൻ ശ്രദ്ധിച്ചില്ല, അടുത്ത പടം തൊട്ട് ഞാൻ ശ്രദ്ധിച്ചോളൂ തന്നെ. അപ്പോൾ ശ്രീനോട് ഞാൻ ഈ സംഭവം പറഞ്ഞു. അപ്പോൾ ശ്രീനോട് പറഞ്ഞു രഞ്ജ കേരളത്തിൽ ബുദ്ധിജീവികൾക്ക് തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്, അതാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ശ്രീനോടുള്ള അനുഭവങ്ങൾ വളരെ സന്തോഷപ്രദമായിരുന്നു, വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞതുപോലെ എനിക്ക് വളരെ ദീർഘമായി ഇതേക്കുറിച്ച് പറയില്ല, കാരണം ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ആദ്യ അനുഭവം ഞാൻ ഫോൺ കോളിലാണ്, അതും ഗൾഫിലായിരിക്കുമ്പോൾ. എൻ്റെ ഓർമ്മയിൽ ഒരു 1999 മറ്റോ ആണ്. സത്യനന്ദിക്കാടും ശ്രീനേട്ടനും കൂടെ അവിടെ വരുന്നു. അപ്പോൾ ഒരു റേഡിയോ പ്രോഗ്രാമാണ്, അപ്പോൾ അതിൽ പ്രേക്ഷകർക്ക് വിളിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാനതിലേക്ക് കോൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്തിക്കാട്, കീഴ്പ്പള്ളിക്കര അടുത്ത സ്ഥലങ്ങൾ എന്നുള്ള രീതിയിൽ ആദ്യം സത്യനന്ദിക്കാടുമായിട്ട് സംസാരിക്കുന്നു. പിന്നീട് ശ്രീനേട്ടനോടുള്ള ചോദ്യങ്ങളാണ്, രണ്ടുപേരോടും, കാരണം രണ്ടുപേരും ഡയറക്ടേഴ്സാണ്. അപ്പോൾ പിന്നെ തിരക്കഥാകൃത്തുമാണല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അന്നത്തെ എനിക്ക് ഒരുപാട് സിനിമയൊന്നും കണ്ട ഒരു പരിചയമില്ല. എന്നാലും ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് നമ്മുടെ മലയാള സിനിമയിൽ ചാർലി ചാപ്ലിൻ വയ്ക്കുന്നത് പോലെയുള്ള ഒരു ഹ്യൂമർ വരാത്തത് എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ആൾ ചിരിച്ചിട്ട് പറഞ്ഞു, അല്ല അത് ആളുടെ ഒരു സ്റ്റൈലാണല്ലോ,
ചാർലി ചാപ്ലിൻ്റെ സ്റ്റൈൽ അതാണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ മനുഷ്യർക്ക് എപ്പോഴും ചിന്തിക്കാവുന്നതും സ്വാനുഭവം, ജീവിതത്തിൻ്റെ സ്വാനുഭവമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ സിനിമകളിൽ ഹ്യൂമർ വേണ്ടേ എന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ വിപ്ലവമൊക്കെ കയറി അങ്ങനെ അബദ്ധത്തിൽ ഗൾഫിലൊക്കെ എത്തിപ്പോയല്ലോ എന്ന് പറഞ്ഞ സങ്കടത്തിൽ ജീവിക്കുന്ന ഒരു കാലമാണ്. പിന്നീട് അതൊക്കെ മാറിയിട്ടോ അക്കാലത്ത്. അങ്ങനെ എനിക്കങ്ങനെ സിനിമയിലൊക്കെ വിപ്ലവം കണ്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമുള്ളൊരു കാലമായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നു, അങ്ങനെ വളരെ എനിക്കതാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കഴിയുന്നു, നാട്ടിൽ വരുമ്പോൾ കാണുക. അപ്പം അന്നൊന്നും സിനിമയിലേക്ക് വരിക എന്നുള്ളത് എൻ്റെ ഒരു 7 അയലക്കത്ത് പോലും അന്ന് ചിന്തിക്കുന്നില്ല. അതേസമയം ഞങ്ങൾ വളരെ അടുത്ത്, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ്, അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു മനുഷ്യനാണ് ലാൽ ജോസ്. എൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് അവർ വളരെ അയൽവക്കങ്ങളായി ജീവിച്ച ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗൾഫിലൊക്കെ വരുമ്പോൾ വരാറുണ്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് നമ്മളെ അച്ഛനുറങ്ങാത്ത വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്രൈസിസ് ഉള്ള സമയത്ത് അന്ന് വീട്ടിലൊക്കെ വരികയും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. അന്ന് ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു, അല്ല എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്, എന്നെ ഒന്ന് അഭിനയിപ്പിക്കുമോ എന്ന് ചോദിച്ചോ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ഇവിടെ നിൽക്കുകയായിരിക്കും നല്ലത് എന്നും കൂടെ പുള്ളി പറയുകയും ചെയ്തു. അത് വളരെ വാസ്തവമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം എനിവേ, അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു ആദ്യ ഓർമ്മ പുള്ളിയായിട്ട്. പിന്നീട് ഞാൻ വന്നു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം 2016 ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. 2017 സിനിമ റിലീസാവുന്നു. അതിനുശേഷം സജിൻ ബാബുവിൻ്റെ അയാൾ ശശി എന്ന് പറഞ്ഞ ഒരു പടത്തിൽ, പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീനില്ല, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. മറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഓരോരുത്തർക്കും ഒരേ അനുഭവമായിരിക്കില്ല ഓരോ സിനിമയും തരുന്നത്, ഓരോ അനുഭവവും തരുന്നത്. അതേസമയം എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടുവരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മധ്യവർഗ മലയാളിയുടെ ഉദാസീനതയെ സ്വയം പരിഹാസ കഥാപാത്രമായി പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്നെ മധ്യവർഗത്തിൻ്റെ ഉദാസീനതയ്ക്കിട്ട് എപ്പോഴും കൊട്ടുന്ന ഒരു കൊട്ടായിട്ട്. അന്ന് എനിക്ക് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അത്രയും അരാഷ്ട്രീയത പറയാമോ എന്നൊക്കെയുള്ളൊരു സന്ദേഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഇങ്ങനെ പ്രോസസ്സ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ കാലം കഴിഞ്ഞ് ഞാൻ ഇന്ന് ഇരുന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നും ഒരു പ്രശ്നമില്ല പുള്ളി അങ്ങനെ പറഞ്ഞതിൽ. കാരണം അതിലും ഉദാസീനമായ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. അപ്പോൾ അത്രയും ഉദാസീനമായി വളരെ ഗൗരവപൂർവ്വം ഇടപെടേണ്ട പ്രശ്നങ്ങളൊക്കെ അതിൽ ഇടപെടേണ്ട മനുഷ്യരെടുക്കുന്ന നിലപാടുകളും പ്രശ്നങ്ങളും നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് നോക്കുമ്പോൾ അത് അത്തരത്തിൽ, കാരണം നമ്മൾ മാറാനൊന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം ഉദാസീനതയ്ക്ക് ഒരു ക്ഷീണം പറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രതികരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ പ്രശ്നമാണ്. ക്ഷീണം പറ്റിയില്ല, അപ്പോൾ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നുന്നു. അതർവൈസ് ഞാനൊക്കെ അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. വളരെ ഉദാസീനമായിട്ട് ജീവിക്കുക, ക്ഷീണം പറ്റുമ്പോൾ മാത്രം പുറത്തേക്ക് നോക്കും, എന്നിട്ട് പ്രതികരിക്കും, ആവശ്യത്തിന് പ്രതികരിക്കും. അങ്ങനെയൊക്കെ ജീവിച്ചാൽ പോരെ. അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചതിൻ്റെ കൂടി ഒരു ലോകമാണ് നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അവിടെയാണ് വളരെ ഫ്ലിപ്പിംഗ് ആണ് നമുക്ക് തോന്നുന്ന വിധത്തിൽ വളരെ സ്ട്രാറ്റജിക്കലി ഈ ശ്രീനിയേട്ടൻ്റെ സിനിമകളും സംഭവിച്ചിട്ടുള്ളത്. അത് ഓരോ മലയാളിക്ക് നേരെയുള്ള, പ്രത്യേകിച്ച് മധ്യവർഗ മലയാളിക്ക്, ഞാൻ അങ്ങനെ പറയുള്ളൂ. സിനിമ എന്ന് പറയുമ്പോൾ എല്ലാതരം മനുഷ്യരുടെ റെപ്രസെൻറ്റേഷനാണെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിച്ച് വളർന്ന് മനസ്സിലാക്കിയ പരിസരത്ത് നിന്ന് ഇവരെല്ലാവരും പറഞ്ഞതുപോലെ വളരെ കീൻ ഒബ്സർവറാണ് അയാൾ. അപ്പോൾ അതിൻ്റെ എല്ലാതരം പ്രതിഫലനങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ, പ്രത്യേകിച്ചും ഭാഷയിൽ സൗന്ദര്യത്തെ അട്ടിമറിക്കുന്നതിൽ, അത് സൗന്ദര്യത്തെ അട്ടിമറിക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രതിനിധാനങ്ങളെയെല്ലാം നമ്മൾ വളരെ കോമിക്കായിട്ടാണ് കാണിക്കൽ. അതായത് നമുക്ക് പ്രതിനിധാനം ഉണ്ടോ? ഉണ്ട്. കറുത്ത മനുഷ്യരുണ്ടോ? കുറുകിയ മനുഷ്യരുണ്ടോ? അപ്പോൾ ഈ കറുത്തവരെ കുറുകിയ മനുഷ്യരെ എല്ലാം നമ്മൾ വളരെ കോമിക്കായിട്ട് കാണിക്കുകയും അതിന് ഒരു റെബൽ ചെയ്യുന്ന ഒന്നുമേ ആ കഥാപാത്രങ്ങളിൽ നിന്ന് വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വളരെ സ്ട്രാറ്റജിക്കലിയാണ് ശ്രീനിയേട്ടനെ പോലെയുള്ള ഒരാൾ, അതായത് ഞാൻ സെൽഫ് ഗോൾ അടിക്കും, പക്ഷെ നിനക്ക് എന്നെ കവച്ച് വെച്ച് പോകണമെങ്കിൽ എന്നുള്ള ഒരു ക്ലോസ് വയ്ക്കുന്ന വിധത്തിൽ ഈ ഉപകഥാപാത്രങ്ങൾക്ക് ഒരു സ്ഥാനം കിട്ടുന്ന വിധത്തിൽ, എനിക്ക് എൻ്റെ ഒരു റീഡിങ് അങ്ങനെയാണ്. അദ്ദേഹം എഴുതിയ സംവിധാനം ചെയ്തതാണെങ്കിലും അദ്ദേഹം അഭിനയിച്ചതാണെങ്കിലും മറ്റുള്ള സംവിധായകരുടെ കീഴിൽ അഭിനയിക്കുന്ന ഒരാൾ നായകന്
ഇദ്ദേഹത്തെ കൺഫ്രണ്ട് ചെയ്യാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആൾ ഏതെങ്കിലും വിധത്തിൽ ഉടക്കി വയ്ക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളെ ഇവർക്ക് മൈൻഡ് ചെയ്യാതെ പോകാൻ പറ്റും. ഒരു അടിയൊക്കെ കൊടുത്തോടെ ഇരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധാരണ കഥാപാത്രമല്ല പുള്ളി ചെയ്യാറ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത്രയ്ക്ക് പറ്റുള്ളായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു വലിയ, ഇനി അദ്ദേഹം തന്നെ സിനിമയ്ക്കകത്ത് സിനിമ ചെയ്യുമ്പോൾ പോലും നമ്മളുടെ ഇത്തരത്തിലുള്ള താരാധിപത്യത്തിനെ ഒക്കെയും കളിയാക്കുന്ന വിധത്തിൽ പുതിയനാണ് താരം എന്നുള്ള സിനിമ ഒക്കെ അദ്ദേഹത്തിന് മാത്രം എനിക്ക് തോന്നുന്നു അത്രയ്ക്കും സൂക്ഷ്മമായിട്ടും അത്രയ്ക്കും കണ്ണിങ്ങായിട്ടും, അങ്ങനെ തന്നെ പറയേണ്ടി വരും, അത്രയും കണ്ണിങ്ങായിട്ട് അങ്ങനെ ഒരു പ്ലോട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ പുള്ളി വളരെ ഭംഗിയായിട്ട് തന്നെ, അദ്ദേഹത്തിനാണ് ആ ക്രാഫ്റ്റ് ഉള്ളത്. കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ അതിനെ ഏറ്റെടുത്തു. അതുമാത്രമല്ല, അത്രയും ഒരു താരപ്രഭയുള്ള ഒരു നായകനെ കൊണ്ട് തന്നെ അപ്പുറത്ത് ഈ നായകനായി നിൽക്കുന്ന അല്ലെങ്കിൽ കൗണ്ടർ അടിച്ച് നിൽക്കുന്ന ഒരു നായക ശരീരത്തിനെ ഭയങ്കര എത്രമാത്രം സബ്മിസീവായിട്ടും എത്രമാത്രം ഹെഡേക്കോട് കൂടിയിട്ടാണ് മറ്റേ പുള്ളി, അതായത് ഏറ്റവും വലിയ താരത്തെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട്നെസ് അതെനിക്ക് തോന്നുന്നു അപൂർവം പേർക്ക് ഉണ്ടാവുള്ളൂ. അതൊക്കെ ശ്രീനേട്ടന് കഴിഞ്ഞൊരു കാര്യമാണ്. നമ്മൾ വേറൊരു ചോദ്യമാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ളത്, ആളൊരു മെറ്റാ മോഡേണിസത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അതും ശരിയാണ്, ഇതും ശരിയാണ്, അതും തെറ്റാണ്, ഇതും തെറ്റാണ് എന്നുള്ള ഒരു ഇൻബിറ്റ്വീൻ ലൈനിലാണ് പുള്ളിയെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. കാരണം അങ്ങനെ എല്ലാ ശരികൾക്കും വേണ്ടി എല്ലാം തെറ്റുകളാണെന്ന് അങ്ങനെ തർക്കിക്കാനൊന്നും സ്ഥാപിക്കേണ്ടിയൊന്നും കാര്യമില്ല എന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു മെറ്റാ മോഡേണിസം നിന്നുകൊണ്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് പുള്ളിയുടെ സിനിമകൾ തോന്നുന്നത്. അപ്പം ഇന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ നമ്മൾ വളരെ ലളിതമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, സന്ദേശം എന്നൊരു സിനിമയാണ് ഏറ്റവും കൂടുതൽ കീറി മുറിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ വരവേൽപ്പം, കാരണം വരവേൽപ്പ് പോലുള്ള ഒരു സിനിമ നമ്മളുടെ കളക്റ്റീവായിട്ടുള്ള ഒരു ട്രേഡ് യൂണിയൻ സംസ്കാരത്തിനെയൊക്കെ വെല്ലുവിളിച്ചു എന്നോ അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 80കൾക്ക് ശേഷം ഇത്തരത്തിലുള്ള ട്രേഡ് യൂണിയൻ സംസ്കാരങ്ങൾ എവിടെ എത്തി നിന്നു എന്നുള്ളതാണ്. അത് തൊഴിലാളിക്കൊപ്പമാണോ തൊഴിൽ വിരുദ്ധമായിട്ടാണോ അതൊക്കെ പെരുമാറിയത്? പ്രത്യേകിച്ചും നമ്മളിത് പറയുമ്പോൾ ഇന്ന് ലേബർ കോഡൊക്കെ മാറിക്കഴിയുന്ന ഒരു സാഹചര്യം നമ്മളതിനെക്കുറിച്ച് അറിയുന്നതല്ലേ. നമുക്കിനി തൊഴിൽ സംഘടിക്കാനും സമരം ചെയ്യാനും കളക്റ്റീവായിട്ട് ബാർഗെയിൻ ചെയ്യാനുള്ള യാതൊരു സ്പേസ് ഇല്ലാത്ത, നിയമപരമായി സ്പേസ് ഇല്ലാത്ത ഒരു സമൂഹത്തിലിരുന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ സിനിമയെ വിലയിരുത്തണമെന്നും കൂടെ ആലോചിക്കണം. അപ്പോൾ ഇവിടെ ആരാ കുറ്റക്കാരൻ? ഈ സിനിമ ചെയ്ത ശ്രീനേട്ടനാണോ കുറ്റക്കാരൻ? അല്ലല്ലോ, എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ എവിടേക്ക് എത്താൻ സാധ്യതയുണ്ട്. കാരണം അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഒരുപാട് സമരങ്ങൾ ചെയ്ത് നേടിയെടുത്ത ചില അവകാശങ്ങളാണ്. അതിനെ ഒരു സിനിമ കണ്ടില്ല എന്ന് വെക്കുമ്പോൾ അത് പൊതുവെ കേരളത്തെക്കുറിച്ചുള്ളൊരിതാണ്. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ സംസ്ഥാനത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല, ട്രേഡ് യൂണിയൻ ഭയങ്കര ശക്തമായതുകൊണ്ട് അങ്ങനെ ഒരു നെറേഷൻ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അത് അങ്ങനെയാണെന്ന് പറയുന്ന വിധത്തിൽ 2003 മറ്റേ കേരള ഗ്ലോബൽ സബ്മിറ്റിലൊക്കെ വാജ്പേയിയെ പോലെയുള്ള ഒരാൾ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. റെഫർ ചെയ്തത് ഈ വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമയൊക്കെയാണ്. ഈ സിനിമ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഇത് നടക്കില്ല, വ്യവസായങ്ങൾ വികസിക്കില്ല എന്ന് പറയുന്നതൊക്കെ രീതിയിൽ ഇതൊരു കോട്ട് പോലെ ഈ സിനിമയാണ് അവർ ഉപയോഗിച്ചത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഇന്നത്തെ ലോക സാഹചര്യത്തിലിരുന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ മൊത്തം ഇന്ത്യക്കകത്തും കേരളത്തിൽ സവിശേഷമായും പറയേണ്ടത് നമ്മൾ എന്ത് നിലപാടാണ് തൊഴിലിനോടും തൊഴിലാളികളോടും എടുത്തിട്ടുള്ളതെന്നാണ്. അതിന് ഒരു ശ്രീനിയേട്ടൻ്റെ കഥയേനോ സിനിമയോ വെച്ചിട്ട് അത് ലഘൂകരിക്കേണ്ടതല്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ തന്നെ ഇപ്പോൾ ചിന്താവിഷ്ടയായ ശ്യാമളയാണെങ്കിലും വടക്ക് നോക്കി യന്ത്രയ്ക്കാണെങ്കിലും വളരെ ലാഘവത്വത്തിൽ അല്ലെങ്കിൽ വളരെ ഓണസ്റ്റായിട്ട് എങ്ങനെയാണ് പുരുഷൻ്റെ അരക്ഷിതാവസ്ഥയെ അതൊരു ഉപപരമായി തന്നെ, നമ്മളിത് എപ്പോഴും പറയുന്ന ഒരു മാച്ചോ പുരുഷനെ കുറിച്ചും ഏറ്റവും ഭംഗിയിൽ കൊണ്ട് നടക്കുന്നത്, പക്ഷെ അങ്ങനെയല്ലാതെ ഒരു പുരുഷൻ്റെ തന്നെ ഭാഗത്തു നിന്നുള്ള അരക്ഷിതാവസ്ഥയൊക്കെ റിവീൽ ചെയ്യുമ്പോൾ തന്നെയും വളരെ സ്വന്തം ഏജൻസി കയ്യിലുള്ള സ്ത്രീ കഥാപാത്രങ്ങളെയും കൂടെയാണ് ആൾ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ നോക്കിയാലും എവിടെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അവരുടെ തന്നെ ഏജൻസിയെ അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലുള്ള സ്ത്രീ കഥാപാത്രങ്ങളെയും കൂടെ ആൾക്ക് പോർട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്
എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്രത്യേകിച്ചും CID മാരായിട്ട് ചെയ്യുമ്പോഴൊക്കെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ എപ്പോഴും നായകനെയാണ് അവിടെ പരിഹാസ രൂപത്തിലാക്കുന്നത്. അതൊരു ഭയങ്കര സ്ട്രാറ്റജിയാണ്. നായകനെ ഏത് സമയം ഞാൻ BA ആണ്, നീ അവിടെ ഇരിക്കണം, ഞാൻ BA കാരനാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പുള്ളി വളരെ കൂളായിട്ട് അതിനെ കൗണ്ടർ ചെയ്യുന്നത്. CIDയിൽ അങ്ങനെ VA കാരൻ പ്രീ ഡിഗ്രിക്കാരൻ എന്നൊന്നുമില്ല, CID ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ എന്ന് പറഞ്ഞാൽ എന്തോ ആണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ വളരെ വളരെ സൂത്രത്തിലാണ് ഇത്തരത്തിലുള്ള വളരെ രസകരമായ നെറേറ്റീവ്സ് ഉണ്ടാക്കി വിടുന്ന സന്ദർഭങ്ങളുണ്ട്. അതൊരു ശ്രീനിവാസൻ മാജിക് എന്ന് തന്നെ പറയാം. എന്തൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ മലയാളിയെ സംബന്ധിച്ച് ആ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മളെ തന്നെ കണ്ടതായിട്ടും അതേസമയം അയ്യോ നമ്മളെ കൊച്ചാക്കി കാണിച്ചല്ലോ എന്നൊരു രണ്ടാം ആലോചനയും വരുന്ന വിധത്തിലുള്ള വലിയൊരു ക്രാഫ്റ്റാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ. നമ്മൾ ആദ്യം ചിരിച്ചു പോകുന്നത് ആരുടെ ഒപ്പം നിന്നാണ് ആ ചിരി ഉണ്ടായതെന്ന് പോലും നമ്മൾ അറിയില്ല. ഇപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ വർമ്മ അവിടെ പെയിൻറ്റിങ് ഒക്കെ നടക്കുകയാണ്. പുള്ളി എന്തോ അബദ്ധത്തിൽ തട്ടിമറിഞ്ഞ പൊടിയിലൊക്കെ കുമ്മായ പൊടിയിൽ വീണ് ജനാർദ്ദനൻ്റെ ക്യാരക്ടർ. അപ്പോൾ അത് കാണുമ്പോൾ അവിടുത്തെ മരുമകൾ ചിരിക്കുന്നു. മരുമകളായതുകൊണ്ട് കൊട്ടാരത്തിലെ മരുമകൾ ചിരിക്കുമ്പോൾ എല്ലാവരും ചിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ചിരി മാത്രം നിൽക്കുന്നില്ല. അദ്ദേഹം അത് അത്യാവശ്യം ചിരിയൊക്കെ കഴിഞ്ഞ് ചിരിച്ച് എല്ലാവരും നിർത്തിയിട്ട് പുള്ളിങ്ങ നിർബാധം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വർമ്മ പറയും നിർത്തടാന്ന് പറയും. അതുമാത്രമല്ല പണിഷ്മെൻ്റായിട്ട് മറ്റു കരി വീപ്പയിലിട്ട് ഉരുട്ടി പുള്ളിയെ പുറത്തെടുക്കുമ്പോഴും മറ്റുള്ളവർ ചിരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളിനി ചിരിക്കേണ്ട പണിയെടുത്താൽ മതി എന്ന് പറയും. അപ്പം ഇങ്ങനെ പലതരം ചിരികളെ ഉണ്ടാക്കുന്നതിൽ തന്നെ അതിലെ കഥാപാത്രങ്ങൾ ആർക്കൊപ്പം നിന്നാണ് ചിരിക്കേണ്ടത്, പ്രേക്ഷകൻ ആർക്കൊപ്പം നിന്നാണ് ചിരിക്കേണ്ടത് എന്നറിയാത്ത വിധത്തിലുള്ള ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷൻ ഉണ്ട് അവിടെ. പക്ഷെ എന്നാലും നമ്മൾ അതവിടെ എല്ലാം ഇരുന്ന് ചിരിച്ചു പോകും. രാഷ്ട്രീയ ശരികളൊന്നും നോക്കിയിട്ടല്ല നമ്മൾ ചിരിക്കുന്നത്. പക്ഷെ പുറത്ത് വരുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് ചിന്തിച്ചു പോകും, നമ്മൾ ആർക്ക് വേണ്ടി ചിരിച്ച ആർക്കൊപ്പം നിന്നൊക്കെയാണ് ചിരിച്ചതെന്ന്. എനിക്ക് തോന്നുന്നു അതൊരു നല്ല ടെക്നിക്കാണ്. അങ്ങനെ ഒരു ചിരിയെ പോലെ നമുക്ക് സൂക്ഷ്മമായിട്ട് അങ്ങനെയും കൂടെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒരു ഫ്രെയിമിനകത്ത് ഉണ്ടാവാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് രസകരമായ ചില എൻ്റെ ഓർമ്മയിൽ ഞാൻ കുറേ ആയി 22-ന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പടം നിർഭാഗ്യവശാൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വളരെ മുമ്പത്തെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന കാലത്തെ സിനിമകളുടെ ഓർമ്മകളാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ എത്ര തരം അരാഷ്ട്രീയത ഉണ്ട് എന്ന് നിങ്ങൾ ആരോപിച്ചാലും ഇന്ന് അരാഷ്ട്രീയമായി രൂപപ്പെടുന്ന ഒരു സമൂഹത്തിനകത്ത് അദ്ദേഹം ചെയ്തു വെച്ചത് ഒരുപക്ഷെ നമ്മളെ ഒന്നും കൂടെ ഇരുത്തി ചിന്തിപ്പിക്കാൻ ഇതാണ് വ്യക്തിയെ, അതായത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കാം. എനിക്ക് ഒരു കൂട്ടത്തിൻ്റെ കളക്റ്റീവിൻ്റെ അങ്ങനെ ഒരു സാമാന്യ യുക്തികളുടെ മാത്രം ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ പറ്റില്ല എന്ന് ഒരു കലാകാരനോ ഒരു മനുഷ്യനോ ഒരു എഴുത്തുകാരനോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. ചിലപ്പോൾ ആ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ തന്നെ നിൽക്കുന്നത്. അദ്ദേഹത്തിന് അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമുള്ള രാഷ്ട്രീയ വിശകലനങ്ങളൊന്നും ആവശ്യമില്ലാത്ത വിധമാണ്. അതുകൊണ്ട് തന്നെ ഇത് ആരെ പ്രതിക്കോട്ടിൽ നിർത്തുമെന്ന് അദ്ദേഹം ചിന്തിക്കാറില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ ആവശ്യമില്ല ഒരു പക്ഷേ. അത് ആരെ പ്രതിക്കൂട്ടിൽ നിർത്തിയാലും ഇത് എനിക്ക് സൊല്യൂഷൻ തരാനില്ല എന്ന് പറഞ്ഞ് ഒരു മാറി നിൽക്കലുണ്ട്. നമ്മൾ ഇതുമാതിരി തന്നെ സന്ദേശത്തിൽ തന്നെയാണ് തോന്നുന്നു കല്യാണം ആലോചനയായിട്ട് പോകുമ്പോൾ ആ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൻ്റെ ഒരു രക്തഹാരം അങ്ങോട്ട് അണിയിക്കുന്നു, ഒരു രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കുന്നു എന്നുള്ള ആ ലളിതവൽക്കരണം ഉണ്ടല്ലോ, അങ്ങനെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ബഹുഭൂരിപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിൻ്റെയൊക്കെ ലാളിത്യങ്ങൾ അങ്ങനെ ആയിരിക്കണമെന്ന് എന്താണ് മുന്നോട്ട് വയ്ക്കണമെന്ന് ഏറ്റവും കൂടുതൽ ഒരു വാർത്ത കാണുമ്പോൾ 2 മിനിറ്റ് വാർത്ത കാണുമ്പോൾ 10 ജ്വല്ലറിയുടെ പരസ്യം കണ്ടുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന മലയാളിക്ക് മുന്നിൽ അങ്ങനെയും ഒരു ഹാസ്യം ആവാമെന്നാണ് ഞാനിപ്പോൾ തിരിച്ചറിയുന്നത്. ഞാൻ വിരിമാറ് കാണിച്ച് നിങ്ങൾ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പിന്നെ ഗോൾഡ് ഉപയോഗിക്കരുത്, നിങ്ങൾ ഗോൾഡൊന്നും ഉപയോഗിക്കരുത്, പിന്നെ പരിപ്പ് വട, അങ്ങനെയുള്ള ഒരുപാട് തമാശകളുണ്ട് വാട്ടവർ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇന്ന് അതിനെതിരുന്ന് നമ്മൾ വീണ്ടും അതിനെ ഡിസെക്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കാലികമായ ഈ അവസ്ഥയും ഓരോ നെറേറ്റീവ് ഒന്നും സത്യമല്ല, വാർത്തയല്ല, വേർഷൻസേ ഉള്ളൂ.
നമുക്ക് പലതരം വേർഷൻസാണ്, ഇതിനകത്ത് ഇരുന്നിട്ടാണ് നമ്മൾ ഇതിനെ ചെകഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ എല്ലാ വിഷ്വലും, ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ റീൽസ് ആണെങ്കിലും ഇതെല്ലാം സിനിമയാണ്. അതിനെ നമ്മൾ ഇന്ന് കൂട്ടി വായിക്കുമ്പോൾ നമ്മളുടെ തന്നെ ഈ കാപട്യത്തെ, ഈ പൊള്ളയായ നമ്മളുടെ ആത്മാവിനെ, മനസ്സിനെ, അല്ലെങ്കിൽ ഒരു സമൂഹ ശരീരത്തെ കാണിച്ചു തരാനുള്ളൊരു ശ്രമമാണ്. പ്രത്യേകിച്ച് അതിനകത്ത് ആൾക്ക് സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്തരം സിനിമകൾ എടുത്തിട്ടുണ്ടാവുക എന്ന് വിചാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. താങ്ക് യു. ശ്രീനിവാസൻ ആ സിനിമകളിൽ ഡിസ്കസ് ചെയ്തത് പറഞ്ഞത് രാഷ്ട്രീയമൊന്നുമല്ല, ശ്രീനേട്ടൻ്റെത് ആക്ഷേപഹാസ്യമാണ്. അല്ലാണ്ട് ഇത് ഒരു ടെക്സ്റ്റ് ബുക്കായിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ജീവിതം മാറ്റണം എന്നൊന്നല്ല. അത് ഉണ്ടാക്കിയ ഷോക്ക് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഷോക്കായിപ്പോയി. കാരണം ആ മനുഷ്യനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ച് ആഗ്രഹിച്ചിരുന്നിട്ട് കാണാൻ സാധിച്ചില്ല. അത് തെറ്റായിട്ടുള്ള ഒരു നിരീക്ഷണമാണെന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം ഈ വാഴ 2 എന്ന് പറഞ്ഞ പടം 200 കോടി രൂപയാണ് കളക്ട് ചെയ്തത്.